നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ആസൂത്രണ ബോർഡ് നിയമന വിവാദത്തിൽ അന്വേഷണം ആഭ്യന്തര വിജിലൻസ് എസ്പിക്ക് കൈമാറാൻ PSC തീരുമാനം. നടപടി PSC അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് പരീക്ഷാ കൺട്രോളറുടെ അന്വേഷണം മരവിപ്പിച്ചു. ഒരാഴ്ചയ്ക്കകം എല്ലാ പരീക്ഷാരേഖകളും പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷൻ. ഉത്തരക്കടലാസും അഭിമുഖത്തിന്റെ മാർക്കും കൈമാറണം. അയോധ്യ സംഭാവന ക്രമക്കേടിൽ ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ രാജി അംഗീകരിച്ച രാമജന്മഭൂമി ട്രസ്റ്റ്. ചമ്പത് റായ്ക്കും അനിൽ മിശ്രയ്ക്കുമെതിരെ കേസെടുക്കാൻ SIT നീക്കം. മോഷണ വിവരം മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്ന് കണ്ടെത്തൽ. ഓണക്കാലത്ത് കേരളത്തിലേക്ക് 100ലേറെ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ അനുവദിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. തീരുമാനം കേരളത്തിലെ BJP നേതാക്കളുടെ ആവശ്യപ്രകാരമെന്നും റൂട്ടുകൾ ഉടൻ നിശ്ചയിക്കുമെന്നും മന്ത്രി അശ്വിനി വൈഷ്ണവ്. മലയിടം തുരുത്ത് ഒഴിപ്പിക്കൽ നടപടി 1 വർഷത്തേക്ക് നിർത്തിവെക്കാൻ ഹൈക്കോടതി അനുമതി. പെരുമ്പാവൂർ മുൻസിഫ് കോടതിക്ക് നിർദ്ദേശം നൽകിയത് പുനരധിവാസത്തിന് സമയം അനുവദിച്ചുകൊണ്ട്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. വികസന സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തലും യുവജനങ്ങൾക്ക് കൂടുതൽ അവസരം ഉറപ്പാക്കലും ലക്ഷ്യം. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലാൻഡ് സന്ദർശിക്കുന്നത് 40 വർഷത്തിന് ശേഷം. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് സ്പെയിൻ പോർച്ചുഗൽ പോരാട്ടം. മത്സരം രാത്രി 12:30 മുതൽ. ബെൽജിയം USA മത്സരം രാവിലെ 5:30. ആസൂത്രണ ബോർഡ് പരീക്ഷാ തട്ടിപ്പ് വിവാദത്തിൽ ഒടുവിൽ മുട്ടുമടക്കി PSC ചെയർമാൻ. അന്വേഷണം ആഭ്യന്തര വിജിലൻസ് എസ്പിക്ക് കൈമാറാൻ തീരുമാനമായിരിക്കുന്നു. പരീക്ഷാ കൺട്രോളറുടെ അന്വേഷണം മരവിപ്പിക്കുമെന്ന് ചെയർമാൻ അറിയിച്ചു. കമ്മീഷൻ അംഗങ്ങളിൽ ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. ആസൂത്രണ ബോർഡ് പരീക്ഷ തട്ടിപ്പ് ഉൾപ്പെടെ PSCയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി പുറത്തു വന്നു. 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ തയ്യാറാക്കിയ റാങ്ക് പട്ടികയിൽ ഒന്നാമതെത്തി നിയമനം ലഭിച്ചത് ഇടത് സംഘടനാ നേതാവിന്. ഇത് വിവാദമായതിനെ തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച ചേർന്ന കമ്മീഷൻ യോഗം റാങ്ക് പട്ടിക റദ്ദാക്കി. അന്വേഷണത്തിന് ആഭ്യന്തര വിജിലൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തിയെന്നായിരുന്നു വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം അന്വേഷണ ചുമതല ചെയർമാൻ പരീക്ഷാ കൺട്രോളറെ ഏൽപ്പിച്ചു. സെക്രട്ടറിയെ പോലും അറിയിക്കാതെയായിരുന്നു ഈ തീരുമാനം ചെയർമാൻ എടുത്തത്. അന്വേഷണ ചുമതല കൺട്രോളർക്ക് കൈമാറിയതിൽ വിമർശനവുമായി അംഗങ്ങൾ രംഗത്ത് വന്നു. കമ്മീഷനുള്ളിൽ ഇന്ന് നടന്നത് രൂക്ഷമായ വാദപ്രതിവാദമാണ്. ചെയർമാനെതിരെ രൂക്ഷ വിമർശനമാണ് അംഗങ്ങൾ ഉന്നയിച്ചത്. ചെയർമാൻ കമ്മീഷനെ കബളിപ്പിച്ചുവെന്നും ചെയർമാന്റെ നടപടി PSCയെ സംശയനിലയിൽ നിർത്തിയെന്നും അംഗങ്ങൾ തുറന്നടിച്ചു. അന്വേഷണം പരീക്ഷാ കൺട്രോളറെ ഏൽപ്പിച്ച നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും അംഗങ്ങൾ വ്യക്തമാക്കി. അന്വേഷണം ആഭ്യന്തര വിജിലൻസ് SPക്ക് കൈമാറി. വിഷയത്തിൽ സർക്കാരും ഇടപെടുകയാണ്. കേരളത്തിലെ PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളെ കർശനമായ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്നോട് വിശദമായി കാര്യങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. അന്വേഷിക്കുന്നതിൽ നിയമ തടസ്സമില്ലെന്ന് നിയമോപദേശം ലഭിച്ചതോടെ നിയമ നടപടികളിലേക്ക് കടക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകും. ക്രിമിനൽ ഗൂഢാലോചന പരിശോധിക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PSCക്ക് വൻ തിരിച്ചടി. ആസൂത്രണ ബോർഡിലെ വിവാദ നിയമനത്തിൽ പരീക്ഷാരേഖകൾ പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നു. 7 ദിവസത്തിനകം അപേക്ഷ നൽകിയവർക്ക് എല്ലാ രേഖകളും കൈമാറണം. ഉത്തരക്കടലാസും അഭിമുഖത്തിന് നൽകിയ മാർക്കിന്റെയും വിവരങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് നൽകണം. വിവരാവകാശ നിയമം വഴി ആവശ്യപ്പെട്ടിട്ടും നൽകാതിരുന്ന രേഖകളാണ് പുറത്തുവരുന്നത്. പരീക്ഷ എഴുതിയ എല്ലാവരുടെയും മാർക്ക് പട്ടികയും പരീക്ഷ പേപ്പറിന്റെ പകർപ്പും നൽകണം. PSCയുടെ എതിർപ്പ് മറികടന്നാണ് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. PSCയിലെ ക്രമക്കേടിനെതിരെ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. മാർച്ച് PSC ആസ്ഥാനത്തിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. 4 തവണയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു.
ഓണത്തിന് കേരളത്തിലേക്ക് 100 ട്രെയിനുകൾ അധികമായി സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ചാണ് കൂടുതൽ സർവീസ് നടത്താൻ തീരുമാനിച്ചത്. ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് പ്രത്യേക സർവീസ് ഉണ്ടാകും. പ്രത്യേക ട്രെയിനുകളുടെ സർവീസ്, സമയക്രമം, റൂട്ട്, സ്റ്റോപ്പുകൾ എന്നിവയുടെ വിശദാംശങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. Onam is a very Onam festival is very important for Kerala, and during this festival we will be operating about 100 plus more than 100 special trains, so that people who want to go to their homes during this major festival season, they can reach their homes in comfort. We are about to notify the trains, and this is very important. Our Kerala unit BJP President Shri Rajiv Chandrasekhar ji and Shri Muralidharan ji, they have requested for these special trains, and this is in line with our commitment towards the people of Kerala and Prime Minister Shri Narendra Modi ji's plans for development of railway network in Kerala. Thank you. Thank you. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ വീട്ടിലെ റെയ്ഡിനെ തുടർന്നുണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ കോടതി പരിശോധിക്കും. പ്രോസിക്യൂഷന്റെ ആവശ്യം തിരുവനന്തപുരം ജില്ലാ കോടതി അംഗീകരിച്ചു. ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനെ പ്രതിഭാഗം കോടതിയിൽ എതിർത്തിരുന്നു. വിചാരണ വേളയിൽ മാത്രമാണ് ഇത്തരത്തിൽ തെളിവുകൾ പരിശോധിക്കുന്നത് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ പ്രതികളുടെ പങ്ക് വ്യക്തമാകുമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എ സന്തോഷ് കുമാർ ശക്തമായി വാദിച്ചതോടെയാണ് കോടതി അംഗീകരിച്ചത്. ജാമ്യഹർജിയിൽ ഇത്തരത്തിൽ തെളിവുകൾ പരിശോധിക്കുന്നത് പതിവില്ല. കേസിലെ 7-ാം പ്രതി അനിൽകുമാർ, 21-ാം പ്രതി വിജയ് എന്നിവരുടെ ജാമ്യാപേക്ഷയിലും ഇന്ന് വാദം പൂർത്തിയായി. ഇവരുടേത് ഉൾപ്പെടെ 15 പ്രതികളുടെ ജാമ്യാപേക്ഷയിലാണ് കോടതി നാളെ ഉത്തരവ് പറയുക. പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് നിർണായക ഇടപെടൽ നടത്തി ഹൈക്കോടതി. പെരുമ്പാവൂർ മുൻസിഫ് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ തുടർ നടപടികളും 1 വർഷത്തേക്ക് നിർത്തിവെക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഇതിലൂടെ അടുത്ത 1 വർഷത്തേക്ക് ഈ കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ മുൻസിഫ് കോടതിക്ക് ഉത്തരവിടാൻ കഴിയില്ല. കേസിൽ ഉൾപ്പെട്ട 7 കുടുംബങ്ങൾക്ക് 5 സെന്റ് ഭൂമി വീതം നൽകാൻ ധാരണയായതായും കെട്ടിടത്തിന്റെ പ്ലാൻ തയ്യാറായതായും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. അഭിമന്യു വധക്കേസിൽ പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചു. കേസിലെ 1 മുതൽ 16 വരെയുള്ള പ്രതികളുടെ കുറ്റപത്രമാണ് വായിച്ചത്. വിചാരണ നടപടികളുടെ ആദ്യഘട്ടമായാണ് കുറ്റപത്രം വായിച്ചത്. കേസ് ഈ മാസം 24-ന് വീണ്ടും പരിഗണിക്കും. 8 വർഷങ്ങൾക്ക് ശേഷമാണ് മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത്. കേസിൽ ആദ്യം പിടിയിലായ 1 മുതൽ 16 വരെയുള്ള പ്രതികളുടെ കുറ്റപത്രമാണ് ഇന്ന് വായിച്ചത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് 16 പേരും. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് പ്രതികൾ കുറ്റം നിഷേധിച്ചു. അഭിമന്യുവിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ബോധപൂർവം പ്രതികൾ പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കലാപശ്രമം, ഗൂഢാലോചന, കൊലപാതകം എന്നീ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. കേസ് ഈ മാസം 24-ന് വീണ്ടും പരിഗണിക്കും. വിചാരണ നടപടികൾ എന്ന് തുടങ്ങുമെന്ന കാര്യം അന്നായിരിക്കും തീരുമാനിക്കുക. പ്രോസിക്യൂഷൻ മൊഴി രേഖപ്പെടുത്തിയിട്ടും സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്താത്തവരുടെ വിവരങ്ങളും മറ്റ് അനുബന്ധ തെളിവുകളും ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വിചാരണ നടക്കുന്നത്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരാണ് പ്രതികൾ. മഹാരാജാസ് കോളേജ് 3-ാം വർഷ വിദ്യാർത്ഥിയും ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകനുമായ മുഹമ്മദാണ് കേസിലെ 1-ാം പ്രതി. 10-ാം പ്രതി സഹലാണ് അഭിമന്യുവിനെ കത്തി ഉപയോഗിച്ച് കുത്തിയത്. പ്രതികൾ അഭിമന്യുവിനെ മുഖത്തടിച്ച് വീഴ്ത്തി നെഞ്ചിൽ ചവിട്ടിയെന്നും പിന്നീട് കത്തികൊണ്ട് കുത്തുകയായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ആകെ 27 പേരാണ് കേസിലെ പ്രതികൾ. കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ടുള്ള 2 പ്രതികളുടെ വിടുതൽ ഹർജി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. കോറോഹെൽ ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ട സംഭവത്തിൽ 10-ാം തീയതി ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചിരിക്കുന്നത് എന്നും അതുവരെ തൽസ്ഥിതി തുടരാമെന്ന ധാരണയാണുള്ളതെന്നും ഉമാ തോമസ് MLA. ലേബർ കമ്മീഷണറും തൊഴിലാളി സംഘടനാ നേതാക്കളും കമ്പനി ലീഗൽ അഡ്വൈസറും കൊച്ചിയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷമായിരുന്നു MLAയുടെ പ്രതികരണം. കമ്പനി അധികൃതർ വ്യവസ്ഥകൾക്ക് വഴങ്ങിയില്ല എങ്കിൽ നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് ലേബർ കമ്മീഷണറും അറിയിച്ചു. തൊഴിൽ മന്ത്രിയുമായി നടത്തുന്ന ചർച്ച വരെ തൽസ്ഥിതി തുടരാം എന്ന ധാരണയിൽ നിന്ന് വിരുദ്ധമായി ജോലിക്കെത്തിയ ജീവനക്കാരോട് ഓഫീസിൽ പ്രവേശിക്കരുതെന്ന് കമ്പനി അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നതിനാൽ രാവിലെ ജോലിക്കെത്തിയ ജീവനക്കാർക്ക് ഓഫീസിൽ പ്രവേശിക്കാനായില്ല. പിന്നീട് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നടന്ന ചർച്ചയിൽ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറോട് കാര്യങ്ങൾ വിശദീകരിച്ചു. വിഷയം കമ്പനിയെ ധരിപ്പിക്കാമെന്ന് അഡ്വൈസർ പ്രതികരിച്ചു. ഇവിടുത്തെ തീരുമാനം എന്താണെന്നുള്ളത് അറിഞ്ഞ് ഞാനത് കമ്പനിയെ അറിയിക്കണം. അതിനുശേഷമാണ് കമ്പനിക്ക് ഒരു തീരുമാനം എടുത്ത് അത് കമ്പനിനെ അറിയിക്കണമെങ്കിൽ അറിയിക്കാനാകുള്ളൂ. കമ്പനി അധികൃതർ 10-ാം തീയതി നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നതെന്ന്
ഉമാ തോമസ് പറഞ്ഞു. കോറോ ഹെൽത്ത് ഉടമകൾ വഴങ്ങിയില്ലെങ്കിൽ നിയമപരമായ നടപടിയിലേക്ക് കടക്കാനുള്ള ചട്ടങ്ങളുണ്ടെന്ന് ലേബർ കമ്മീഷണർ പറഞ്ഞു. അപ്പോൾ 10th തന്നെ നമ്മൾ അവരുടെ സൗകര്യത്തിനുള്ള ദിവസത്തിന് തന്നെയാണ് മിനിസ്റ്റർ വരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുവരെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപ്രകാരം നാളെ മുതൽ എല്ലാ ഫെസിലിറ്റീസും കൊടുത്തുകൊണ്ട്, അതായത് അവർ വർക്കില്ലെങ്കിൽ വർക്ക് കൊടുക്കണ്ട, പക്ഷേ കുട്ടികൾ അവിടെ കയറിയിരിക്കും, അവർക്ക് ഡൈനിങ് ഫെസിലിറ്റി അല്ലെങ്കിൽ വാഷ്റൂം ഫെസിലിറ്റി എല്ലാം കൊടുത്തുകൊണ്ട് തന്നെ ആ ഓഫീസിലിരിക്കാനുള്ള സഹായം കമ്പനി ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ ലീഗൽ അഡ്വൈസർ ആമിർ എത്തിയിട്ടുണ്ട്, ആമിറിനോട് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ഇപ്പം 616ഓളം ജീവനക്കാർ നമ്മുടെ എറണാകുളത്തും 300ഓളം ജീവനക്കാർ കോഴിക്കോടും ഉണ്ട്. സോ ഏത് ആക്ടിൻ്റെ പ്രൊവിഷൻ എടുത്താലും പ്രൊവിഷൻസ് ആർ ആപ്ലിക്കബിൾ ഫോർ ദിസ് ഫേം. സോ ഇവരിങ്ങനെ നമുക്കൊരു നോട്ടീസോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ഇൻഫോം ചെയ്യാത്ത സാഹചര്യത്തിൽ ദിസ് വിൽ ബി ഡീംഡ് ആസ് എൻ ഇല്ലീഗൽ ക്ലോഷർ ആസ് ഓഫ് നോ. സോ നമ്മൾ അതിൻ്റെ പ്രൊസീജിയേഴ്സായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. നിലവിലെ ചർച്ചകളെ ജീവനക്കാർ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഞങ്ങൾ അറിയാൻ സാധിച്ചത് MLA പറഞ്ഞ പോലെ 10-ാം തീയതി കമ്പനിയുടെ പ്രതിനിധികൾ എത്തുന്നതാണ്. അതുവരെ സ്റ്റാറ്റസ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാമെന്നും ഞങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഉറപ്പ് നിമിഷത്തിനകം ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അമേരിക്കൻ മെഡിക്കൽ കോഡിംഗ് കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചിയിലെയും കോഴിക്കോട്ടെയും 800ഓളം ജീവനക്കാരെ കഴിഞ്ഞ ദിവസമാണ് മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടത്. അമൃത ന്യൂസ്, കൊച്ചി. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. വികസന സാമ്പത്തിക മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താനും യുവജനങ്ങൾക്ക് കൂടുതൽ അവസരം ലഭിക്കുന്നതിനും ചർച്ചയുണ്ടാകുമെന്ന് യാത്രയ്ക്ക് മുൻപ് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുക എന്നതിനോടൊപ്പം ഇൻഡോ പസഫിക് മേഖലയിലെ സ്വാധീനം, സമുദ്ര സുരക്ഷ, വിതരണ ശൃംഖലകളുടെ സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനം നിർണായകമാകും. ഓസ്ട്രേലിയയിൽ വിദ്യാർത്ഥി വിസയ്ക്കുള്ള കാലതാമസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സന്ദർശന വേളയിൽ ചർച്ചയാകും. വ്യാപാര സാമ്പത്തിക മേഖലകളിൽ ഓസ്ട്രേലിയയുമായും ന്യൂസിലാൻഡുമായുമുള്ള സഹകരണം ശക്തിപ്പെടുത്താനുള്ള ചർച്ചയുണ്ടാകും. ന്യൂസിലാൻഡുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചിരുന്നു. 40 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലാൻഡ് സന്ദർശിക്കുന്നത്. ഇസ്രയേലിന് അമേരിക്കയല്ലാതെ മറ്റൊരു ശക്തമായ സഖ്യകക്ഷിയില്ല എന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പരാമർശത്തിനെതിരെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. അമേരിക്ക തങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്താണ് എന്ന് സമ്മതിക്കുമ്പോഴും ഇന്ത്യ നൽകുന്നത് അതിശക്തമായ പിന്തുണയാണെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹുവിന്റെ പരാമർശം. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നിന്ന് തങ്ങൾക്ക് ലഭിക്കുന്നത് അതിശക്തമായ പിന്തുണയാണ്. ഫേസ്ബുക്കിലും തനിക്ക് ഇന്ത്യയിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. First of all, I respect JD Vance. We have a very good relationship, but doesn't mean that I agree with everything that he says. And I have to point out this: Donald Trump is the greatest friend we ever had in the White House, and I stand by that completely. Secondly, we have some other friends, like a small country called India. You know, it has 1.4 billion people, and boy, do we. പഹൽഗാം ഭീകരാക്രമണ കേസിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരൻ ഹാഫിസ് സെയ്ദിനെ പ്രതി ചേർത്ത് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിലാണ് ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചനയിൽ ലഷ്കർ-ഇ-തോയ്ബ സ്ഥാപകൻ ഹാഫിസ് സെയ്ദിന് പങ്കുണ്ട് എന്ന് വ്യക്തമാക്കിയത്. നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെയും അതിന്റെ കശ്മീർ പതിപ്പായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടും ഗൂഢാലോചന നടത്തിയതിന്റെ തെളിവ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ജമ്മു പ്രത്യേക NIA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ശ്രീലങ്കയിലെ നെങ്കോംബോ ജയിലിലുണ്ടായ കലാപത്തിൽ മരിച്ചവരുടെ എണ്ണം 25ആയി. മരിച്ചവരിൽ 5 ജയിൽ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. 100-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ നെങ്കോംബോ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പലർക്കും ഗുരുതരമായി വെടിയേറ്റിട്ടുണ്ട് എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഒരു വിഭാഗം തടവുകാർ നടത്തിയ സംഘടിത ആക്രമണത്തെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. സംഘർഷം കനത്തതോടെ സുരക്ഷാസേന വെടിവയ്പ് നടത്തിയതായാണ് വിവരം. KSRTC സൗജന്യ യാത്രയെ തുടർന്ന് സർവീസുകൾ നഷ്ടത്തിലായതിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന പണിമുടക്ക് പൂർണ്ണം. സമരത്തിന്റെ ഭാഗമായി സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പണിമുടക്ക് ജില്ലയിലെ വിവിധ റൂട്ടുകളിൽ 100 കണക്കിന് യാത്രക്കാരെ സാരമായി ബാധിച്ചു.
KSRTC സൗജന്യ യാത്രയെ തുടർന്ന് സർവീസുകൾ വൻ നഷ്ടത്തിലായതിൽ പ്രതിഷേധിച്ച് കാസർകോട്ട് സ്വകാര്യ ബസ്സുകൾ നടത്തിയ പണിമുടക്ക് മലയോര മേഖലയിലടക്കം പല റൂട്ടുകളിലും യാത്രാ ദുരിതം സൃഷ്ടിച്ചു. ജില്ലയിൽ 450 സ്വകാര്യ ബസ്സുകളാണ് പണിമുടക്കിയത്. പണിമുടക്കിന്റെ ഭാഗമായി ബസ് ഉടമകളും ജീവനക്കാരും കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. KSRTC സൗജന്യ യാത്ര കേരളത്തിലെ സ്ത്രീകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുക, സ്വകാര്യ ബസ്സുകളിലും സ്ത്രീ സൗജന്യം നടപ്പാക്കി സാമ്പത്തിക സഹായം അനുവദിക്കുക, റോഡ് ടാക്സ് ഒഴിവാക്കുക, ഡീസലിന് 50% സബ്സിഡി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഉടമയെന്നോ തൊഴിലാളിയെന്നോ വ്യത്യാസമില്ലാതെയാണ് ഈ വ്യവസായത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒന്നിച്ചിറങ്ങിയിരിക്കുന്നത്. നമ്മൾ കൊടുത്ത ഡിമാൻഡുകൾ ഒന്നും സർക്കാരിന്റെ മുഖവിലക്ക് എടുത്തിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾ മാന്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെതിരെ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതൊരു സൂചന മാത്രമാണ്. ഇന്ന് കാസർഗോഡ് ജില്ലയിൽ 460ഓളം സ്വകാര്യ ബസ്സുകളിൽ ഒരെണ്ണം പോലും റോഡ് സർവീസ് നടത്തിയില്ല. പ്രിയദർശിനി സൗജന്യ യാത്രയെ തുടർന്ന് നഷ്ടത്തിലായ സ്വകാര്യ ബസ് ഉടമകൾ മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നിവേദനങ്ങൾ നൽകിയെങ്കിലും ചർച്ചകൾ നടത്താത്ത സാഹചര്യത്തിൽ ജൂലൈ 20 മുതൽ ഒരാഴ്ചക്കാലം സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉപവാസ സമരം നടത്തും. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന ഉപവാസ സമരത്തിന് മുന്നോടിയായി എല്ലാ ജില്ലകളിലും വരും ദിവസങ്ങളിൽ സൂചനാ ബസ് പണിമുടക്ക് നടത്തി കളക്ടറേറ്റുകളിലേക്ക് ധർണ നടത്തുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ അറിയിച്ചു. അമൃത ന്യൂസ്, കാസർഗോഡ്. മണ്ണിടിച്ചിൽ ഭീതി വിട്ടൊഴിയാതെ തൃശൂർ ദേശമംഗലം കൊറ്റമ്പത്തൂർ കോളനി പ്രദേശം 2018 വലിയ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ഉന്നതിക്കാരെ മാറ്റി താമസിപ്പിച്ച പുതിയ പ്രദേശത്തും മണ്ണിടിഞ്ഞു. 30 അടിയോളം ഉയരത്തിൽ നിന്ന് ഇടിഞ്ഞു വന്ന മണ്ണിനകത്തുപെടാതെ കോളനിക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. പഞ്ചായത്തിലെ പള്ളം എസ്റ്റേറ്റ് പടിയിൽ കൊറ്റമ്പത്തൂർ കോളനിയിലാണ് കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞത്. 2018 വലിയ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ഉന്നതിക്കാർ താമസം മാറിയ പുതിയ ഉന്നതിയിലും മണ്ണിടിഞ്ഞതോടെ പ്രദേശവാസികൾ ഭീഷണിയിലാണ്. കുളപ്പുറത്ത് അസീസിന്റെ ഭാര്യ നസീറ വീടിന് പുറകുവശത്ത് വസ്ത്രം അലക്കുന്നതിനിടെ മഴയിൽ ഉഗ്രശബ്ദത്തോടെ പാറയും മണ്ണും ഉൾപ്പെടെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. 30 അടിയോളം ഉയരത്തിൽ നിന്ന് മണ്ണിടിയുന്ന ശബ്ദം കേട്ടതോടെ ഓടിമാറിയതിനാൽ മണ്ണിനടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു. വലിയ പാറകൾ വന്നു പതിച്ചതിനാൽ പാത്രങ്ങളും മറ്റും മണ്ണിനടിയിൽപ്പെട്ടു. 2018 ഓഗസ്റ്റ് 15 മണ്ണിടിച്ചിൽ 4 പേരുടെ മരണത്തിന് ഇടയാക്കുകയും 35ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഉൾപ്പെട്ട 19ഓളം കുടുംബങ്ങൾക്കായി 2 ഏക്കറോളം ഭൂമിയും വീടും സർക്കാർ നൽകിയിരുന്നു. ഇവിടെയാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. സർക്കാർ നൽകിയ വീടുകളും പ്രദേശവും സുരക്ഷിതമല്ലെന്ന പ്രദേശവാസികൾ പറയുന്നു. നല്ല കല്ലും മണ്ണും ഒന്നിച്ചാണ് ഇടിഞ്ഞത്. ആദ്യം ഒരു വലിയൊരു പാറ വന്ന് വീണത്. അപ്പോൾ അതിൻ്റെ താഴെ അടുത്ത് വിളിച്ച സിക്കാൻ്റെ ഭാര്യ ജേസി തിരുമ്പായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് വേഗം ഞങ്ങൾ ഓടി, അവളവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ വലിയ കല്ലും പാറയും കൂട്ടാണ് വീണത്. ഇങ്ങനെ അനുഭവങ്ങൾ ഇനിയും തുടരുകയെങ്കിൽ ഞങ്ങളിവിടെ എങ്ങനെ ജീവിക്കുക? അതേസമയം മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളോട് മാറി താമസിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് പഞ്ചായത്ത്. എന്നാൽ എങ്ങോട്ട് മാറണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പല കുടുംബങ്ങളും. അമൃത ന്യൂസ്, തൃശൂർ. കോഴിക്കോട് കൊയിലാണ്ടി നന്ദി മേൽപ്പാലത്തിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം ഇന്ന് ഉച്ചയ്ക്ക് 2:15 അപകടം സംഭവിച്ചത്. വടകര ഭാഗത്തു നിന്നും കൊയിലാണ്ടിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സും കൊയിലാണ്ടി ഭാഗത്തു നിന്ന് കണ്ണൂരിലേക്ക് പോകുകയായിരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുമാണ് മേൽപ്പാലത്തിൽ വെച്ച് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ 2 ബസ്സുകളിലെയും യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കണ്ണൂർ പടന്നപ്പാലത്ത് ബൈക്ക് സഹിതം യാത്രക്കാർ തോട്ടിലേക്ക് വീണ് അപകടം. 2 പേർക്ക് നിസ്സാരമായി പരിക്കേറ്റു. അലവിൽ ഭാഗത്ത് നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന ബൈക്ക് യാത്രികരാണ് അപകടത്തിൽപ്പെട്ടത്. തോടിന് കൈവരിയില്ലാത്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. പത്തനംതിട്ട ജില്ലയിൽ വീണ്ടും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത ആറന്മുള എഴിക്കാടാണ്. 2ാമത്തെ കേസും സ്ഥിരീകരിച്ചത്. 8 വയസ്സുകാരിക്കാണ് രോഗബാധ. നിലവിൽ കുട്ടി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റൊരു കുട്ടി കൂടി ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലുണ്ട്. നേരത്തെ രോഗം ബാധിച്ച 10 വയസ്സുകാരിയുടെ സമീപവാസിക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചത്. അതിനാൽ പ്രതിരോധ നടപടികൾ പാളിയോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കണ്ണൂർ ചക്കരക്കൽ ഇരുവേരി സ്വദേശിയുടെ മൃതദേഹം ഖബറിൽ നിന്ന് പുറത്തെടുത്ത പോസ്റ്റ്മോർട്ടം ചെയ്യും. തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റാണ് ഇത് സംബന്ധിച്ച ഉത്തരവിട്ടത്. പൈൽസ് ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെയാണ് ബംഗളൂരുവിൽ വെച്ച് ഷാനവാസ് മരിച്ചത്. 3 മാസമായി ഭാര്യ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് പോസ്റ്റ്മോർട്ടത്തിന് അനുമതി ലഭിച്ചത്. മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിലാണ് ശസ്ത്രക്രിയ നടന്നതെന്നും ചികിത്സാ പിഴവാണ് ഷാനവാസിന്റെ മരണകാരണമെന്ന് ബന്ധുക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു.
സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഉടൻ പരിഹാരം കാണുമെന്ന വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. പകൽ സമയത്ത് 1 യൂണിറ്റ് വൈദ്യുതിക്ക് 1 പൈസയാണ് വില. എന്നാൽ രാത്രി 10 രൂപ കൊടുത്താൽ പോലും 1 യൂണിറ്റ് വൈദ്യുതി കിട്ടില്ല. അതിനാൽ മറ്റു മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബാറ്ററി സ്റ്റോറേജ് സംവിധാനം നടപ്പിലാക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. പകൽ സമയത്ത് നമുക്ക് 1 യൂണിറ്റ് വൈദ്യുതിക്ക് 1 പൈസ വിലയുള്ളത്. രാത്രിയിൽ ആ 1 യൂണിറ്റിന് നമ്മൾ 10 രൂപ കൊടുത്താൽ പോലും കിട്ടില്ല. രാജ്യത്ത് തന്നെ കിട്ടാനില്ലാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. ഉൽപ്പാദനം നമുക്ക് സോളാറിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, വിൻഡ് എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതുപോലെ മറ്റൊരു സ്കീമാണ് പംപ്ഡ് സ്റ്റോറേജ്. നമ്മുടെ ജലവൈദ്യുത പദ്ധതികളിൽ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ വീണ്ടും ഡാമിലേക്ക് അടിച്ചു കയറ്റി പമ്പ് ചെയ്ത് വീണ്ടും അടിച്ചു കയറ്റി രണ്ടാമത് വീണ്ടും ആ വെള്ളം ഉപയോഗപ്പെടുത്തും. ബാറ്ററി സ്റ്റോറേജാണ്. ആ ബാറ്ററിയെ ശക്തിപ്പെടുത്തി പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റത്തിലേക്ക് വരികയാണ് വൈദ്യുതിയുടെ പ്രശ്നം പരിഹാരത്തിനുള്ള മാർഗം. അതിന് ചില പ്രൊജക്റ്റുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത് വേഗത്തിലാക്കാൻ വേണ്ടി അതാത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒഡീഷ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ കനത്ത മഴ. മഹാരാഷ്ട്ര തീരപ്രദേശത്ത് വൻ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. മുംബൈയിലെ മൻഖുർദ് പ്രദേശത്ത് 4 നില കെട്ടിടം തകർന്നു വീണ 6 പേർ മരിച്ചു. അതിതീവ്ര മഴയിൽ കനത്ത നാശനഷ്ടമാണ് മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരപ്രദേശത്തുണ്ടാക്കിയത്. മുംബൈ മൻഖുർദ് ജനതാ നഗറിൽ മഴയിൽ കെട്ടിടം തകർന്നു വീണ് 6 പേർ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. മഹാരാഷ്ട്രയിൽ മഴക്കെടുതിയിൽ ഇതുവരെ 12 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുംബൈ പൂനെ ടണലിൽ മണ്ണിടിച്ചിലുണ്ടായി ഗതാഗതം തടസ്സപ്പെട്ടു. പ്രതികൂല കാലാവസ്ഥ റെയിൽ വ്യോമഗതാഗതത്തെ സാരമായി ബാധിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മുംബൈ, ഡൽഹി മേഖലകളിൽ നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു. അടുത്ത 7 ദിവസം കൂടി ഇടവിട്ട ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മുംബൈ നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. താനെ, രത്നഗിരി, റായ്ഗഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയിലും മണ്ണിടിച്ചിലും ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് മേഖലകളിലും വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. ഹിമാചലിൽ ഇതുവരെ 14 മരണം റിപ്പോർട്ട് ചെയ്തു. ഡൽഹി, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും മഴ കുറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. NCC കേഡറ്റുകൾക്ക് പരിശീലനം നൽകുന്നതിനായി ഇടുക്കി വണ്ടിപ്പെരിയാർ സത്രത്തിൽ നിർമ്മിച്ച എയർ സ്ട്രിപ്പിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. വനം വകുപ്പിന്റെ എതിർപ്പാണ് എയർ സ്ട്രിപ്പിന്റെ പ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത്. 3 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്യേണ്ട പദ്ധതിയാണ് അനന്തമായി നീളുന്നത്. NCC കേഡറ്റുകൾക്ക് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വണ്ടിപ്പെരിയാർ സത്രത്തിൽ എയർ സ്ട്രിപ്പ് നിർമ്മാണം ആരംഭിച്ചത്. 200 കേഡറ്റുകൾക്ക് സൗജന്യ പരിശീലനം നൽകാൻ കഴിയുന്ന ദേശീയ നിലവാരത്തിലുള്ള രാജ്യത്തെ ആദ്യ എയർ സ്ട്രിപ്പാണിത്. 2017 17 ഏക്കർ സ്ഥലത്ത് എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണം ആരംഭിച്ചു. 2022 ഡിസംബർ 1 ചെറുവിമാനമിറക്കി ആദ്യ പരീക്ഷണ പറക്കലും വിജയകരമായി നടത്തി. ഇതിനിടെ കനത്ത മഴയിൽ റൺവേയിലേക്കുള്ള റോഡിന്റെ മൺതിട്ട ഇടിഞ്ഞു വീണു. പിന്നീട് സംസ്ഥാന സർക്കാർ 6 കോടി രൂപ ചെലവഴിച്ചാണ് ഇത് പുനർനിർമ്മിച്ചത്. എയർ സ്ട്രിപ്പിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന് വനം വകുപ്പ് തടസ്സം നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. എയർ സ്ട്രിപ്പ് അത് പണിയാനുള്ള തുകയൊക്കെ അനുവദിച്ചെങ്കിൽ പോലും ഈ വനം വകുപ്പിൻ്റെ ഒരു തടസ്സമാണ് അവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്. അത് പക്ഷേ അതിനകത്ത് മാറ്റമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആശാവഹമായിട്ടുള്ള ചർച്ചകളാണ് മുന്നോട്ട് പോകുന്നത്. പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തിയ സത്രം എയർ സ്ട്രിപ്പിന്റെ പ്രവർത്തനങ്ങൾ സാങ്കേതിക തടസ്സങ്ങൾ മാറ്റിയാൽ ഉടൻ ആരംഭിക്കാൻ കഴിയും. വനം വകുപ്പുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജനപ്രതിനിധികൾ. അമൃത ന്യൂസ്, ഇടുക്കി. താനൂരിൽ കനോലി കനാലിന് കുറുകെയുള്ള താൽക്കാലിക നടപ്പാലം തകർന്നതോടെ ദുരിതത്തിലായി വിദ്യാർത്ഥികൾ അടക്കമുള്ള നാട്ടുകാർ. താനൂർ മൂലക്കലിനെയും ചീരാൻ കടപ്പുറത്തെയും ബന്ധിപ്പിക്കുന്ന പാലം കഴിഞ്ഞ ദിവസം തകർന്നതോടെയാണ് നാട്ടുകാർ ദുരിതത്തിലായത്. ഒരാഴ്ചൻ്റെ ഉള്ളിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ 1 മാസമായി തുടങ്ങി. കുട്ടികളെ ഉള്ളിൽ കയറ്റിക്കാണ്ട് പുഴ കൂടെ ഇറക്കിക്കൊണ്ടുപോകും. അതിന്റെ മുന്നേ വീണ പാലാണ് രണ്ടാൾ പോയി. അതേമാതിരി ഇത് സംഭവിക്കും. ആൾക്കാർ പോകുമ്പോഴാണ് മുകളിൽ അപ്പോഴാണ് അധികാരികളൊക്കെ മേപ്പോട്ട് നോക്കലുണ്ടാവില്ല.
താനൂർ ചീരാൻ കടപ്പുറത്തെ 100ഓളം കുടുംബങ്ങൾക്ക് ടൗണിലെത്താനുള്ള മാർഗമാണ് കനോലി കനാലിന് കുറുകെ നിർമ്മിച്ചിരുന്ന കോൺക്രീറ്റ് പാലം. വർഷങ്ങൾക്ക് മുൻപ് പാലം തകർന്ന് 2 യുവാക്കൾ മരണപ്പെട്ടതോടെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് നാട്ടുകാർക്ക് വീണ്ടും ഒരു ഇരുമ്പ് പാലം ലഭിച്ചത്. എന്നാൽ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ ഈ പാലവും 1 വർഷം മുൻപ് തുരുമ്പെടുത്ത് നശിച്ചു. ഇതോടെ നാട്ടുകാർ സ്വന്തം ചിലവിൽ ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കിയായിരുന്നു ചീരാൻ കടപ്പുറത്തു നിന്നും മൂലക്കൽ വഴി താനൂരിലെത്തിയിരുന്നത്. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ഈ പാലവും തകർന്നതോടെ പ്രദേശവാസികൾക്ക് മറുകര എത്തുക എന്നത് സാഹസമായി മാറി. നേരത്തെ തകർന്ന ഇരുമ്പ് പാലത്തിലൂടെ അധികൃതർ നൽകിയ അപകട അറിയിപ്പുകളെ മറികടന്ന് യാത്ര ചെയ്താണ് ഇപ്പോൾ ഇവർ മറുകര എത്തുന്നത്. നന്നാക്കി തരാമെന്ന് പറഞ്ഞു കണ്ട് എല്ലാവരും വന്ന് വാഗ്ദാനം ചെയ്ത് പോകുള്ളൂ. ഇവരെ ഒന്നുമില്ല. ഇറിഗേഷൻ വകുപ്പിൽ പോയിട്ട് എല്ലാം കംപ്ലൈൻറ്റ് ചെയ്ത് അപ്പം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 3 ലക്ഷം റുപ്യ ഉണ്ടെന്ന് പറഞ്ഞ് അത് ഇതുവരെ ഇല്ല. ഓരോ കാലമായിട്ട് ഇപ്പോൾ ഇത് ഇങ്ങനെ തന്നെ. ഇതിപ്പോൾ പൊളിഞ്ഞൂട് ഇപ്പോഴത്തെ നാട്ടുകാർ നന്നാക്കും. എത്ര പ്രാവശ്യം പൊളിഞ്ഞു, 2-3 പ്രാവശ്യം പൊളിഞ്ഞുകൊണ്ട് നാട്ടുകാർ നന്നാക്കിയതാണ്. മുതിർന്നവർ എങ്ങനെയൊക്കെയോ കനാൽ കടക്കുമെങ്കിലും വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ യാത്ര ഭീതിയിലാണ്. നിരവധി കുട്ടികളാണ് വിവിധ വിദ്യാലയങ്ങളിലേക്കായി ഈ വഴി കടന്നു പോകുന്നത്. കുട്ടികളെ ഞങ്ങൾ ദിവസം രാവിലെ വൈകുന്നേരം തോള് കയറ്റിട്ടാണ് കൊണ്ടുകിടക്കുന്നത്. ഇപ്പൊ എന്താ ചെയ്യരുത് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വെള്ളം കൂടും. വൈകുന്നേരം വെള്ളം കൂടുക എന്ന് പറഞ്ഞാൽ കഴുത്തിനൊപ്പം വെള്ളം ഉണ്ടാവും. എന്നിട്ട് ഈ കുട്ടികളെ ഞങ്ങൾ കൊണ്ടായി കൊടുക്കേണ്ടത്. ചില സമയങ്ങളിൽ ആരും ഉണ്ടാവില്ല. ഈ കുട്ടികൾ ഇവിടെ വന്ന് നിൽക്കുക. അധികൃതരോട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇനിയും വീണ്ടും ഒരു ദുരന്തത്തിന് കാത്തുനിൽക്കാതെ എത്രയും പെട്ടെന്ന് പാലം പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. അമൃത ന്യൂസ്, മലപ്പുറം. പശ്ചിമബംഗാളിലെ ബാരൂയിർപൂരിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ അനുവദിക്കാതെ തന്നെ വീട്ടുതടങ്കലിലാക്കിയെന്ന ആരോപണവുമായി മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി. കൊൽക്കത്ത കാളിഘട്ടിലെ മമതയുടെ വസതിക്ക് മുന്നിൽ കേന്ദ്രസേനയും പോലീസും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന യുവാവിനെ നാട്ടുകാർ പിടികൂടി തല്ലിക്കൊന്നു. ബംഗാളിൽ സൗത്ത് 24 പർഗാനസിലെ ബരായ്പൂരിൽ 11 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. സംഭവ സ്ഥലത്തേക്ക് പോകാനിരുന്ന മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ വീട്ടുതടങ്കലിലാക്കിയതായി തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. കാളിഘട്ടിൽ മമതാ ബാനർജിയുടെയും അഭിഷേക് ബാനർജിയുടെയും വീടുകൾക്ക് മുൻപിൽ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. സംസ്ഥാനത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്നും തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. എന്നാൽ ക്രമസമാധാന പ്രശ്നം മുൻനിർത്തിയാണ് സുരക്ഷാ ക്രമീകരണമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം പെൺകുട്ടിയുടെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന യുവാവിനെ നാട്ടുകാർ പിടികൂടി തല്ലിക്കൊന്നു. മൃതദേഹം നാട്ടുകാർക്ക് കാട്ടിക്കൊടുത്ത ആളെയാണ് കുറ്റവാളിയാണെന്ന് ആരോപിച്ച് ജനക്കൂട്ടം കൊലപ്പെടുത്തിയത്. റോഡ് ഉപരോധിച്ച ജനക്കൂട്ടം പോലീസ് വാഹനങ്ങളും തകർത്തു. പെൺകുട്ടിയുടെ പിതാവുമായി സംസാരിച്ച മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രതികളെ പിടികൂടി ശിക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകി. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് കൂട്ടുകാരിയുടെ ജന്മദിന സമ്മാനം വാങ്ങാൻ പോയ പെൺകുട്ടിയെ കാണാതായത്. 4 സംഘം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നോർവേ തോൽപ്പിച്ച് ചരിത്രം തിരുത്തിക്കുറിക്കാമെന്ന ബ്രസീലിന്റെ മോഹം ഇത്തവണയും പൂവണിഞ്ഞില്ല. 28 വർഷം മുൻപത്തെ തനിയാവർത്തനമായിരുന്നു ഇന്നും. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിന്റെ കിരീട പോരാട്ടം പ്രീ ക്വാർട്ടറിൽ അവസാനിച്ചു. പ്രിയതാരം നെയ്മറുടെ വിരമിക്കൽ പ്രഖ്യാപനത്തിനും ആരാധകർ സാക്ഷികളായി. ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. 5 തവണ ചാമ്പ്യന്മാരായ ബ്രസീലിനെ നോർവേ പുല്ലുപോലെ തോൽപ്പിച്ചത് ഫുട്ബോൾ ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചു. 2-1 ബ്രസീൽ തോറ്റു പുറത്തായത്. 79-ാം മിനിറ്റിലും 90-ാം മിനിറ്റിലും ഹാളണ്ട് ബ്രസീലിന്റെ ഗോൾ വല കുലുക്കി. ബ്രസീലിനായി നെയ്മർ ഇഞ്ചുറി ടൈമിൽ പെനാൽറ്റിയിലൂടെ ആശ്വാസ ഗോൾ നേടി. ഇരട്ട ഗോളുകളോടെ ഹാളണ്ട് ഈ ലോകകപ്പിൽ ഗോൾ വേട്ടയിൽ 7 ഗോളുകളോടെ മെസ്സിക്കും എംബാപ്പയ്ക്കും ഒപ്പമെത്തി. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും നിരവധി ഗോൾ അവസരങ്ങളാണ് പാഴാക്കിയത്. ചരിത്രത്തിൽ ആദ്യമായാണ് നോർവേ ലോകകപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടറിൽ കടക്കുന്നത്. അതേസമയം മറ്റൊരു ചരിത്ര നേട്ടത്തിന്റെ കഥയാണ് നോർവേയ്ക്ക് പറയാനുള്ളത്. ഫുട്ബോളിൽ ഇതുവരെ 88 ടീമുകളെ നേരിട്ടിട്ടുള്ള ബ്രസീലിന് ഒരിക്കൽ പോലും തോൽപ്പിക്കാനാവാത്ത ഒരേയൊരു ടീമാണ് നോർവേ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ബ്രസീലും നോർവേയും ഇതുവരെ 7 തവണയാണ് നേർക്കുനേർ വന്നിട്ടുള്ളത്. ഇതിൽ 1 തവണ പോലും വിജയിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. തോൽവിയുടെ ആഘാതം മാറുന്നതിന് മുൻപേ ആരാധകർക്ക് ഇരുട്ടടിയായി പ്രിയതാരം നെയ്മറുടെ വിരമിക്കൽ പ്രഖ്യാപനവും.
ബ്രസീലിനായി ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമെന്ന ബഹുമതിയോടെയാണ് നെയ്മർ 16 വർഷത്തെ കരിയർ അവസാനിപ്പിച്ചത്. ബ്രസീൽ ടീമിനായി 130 മത്സരങ്ങളിൽ നിന്ന് 80 ഗോളുകളും 59 അസിസ്റ്റുകളും 34-കാരനായ നെയ്മർ സ്വന്തമാക്കിയിട്ടുണ്ട്. താൻ പരമാവധി ശ്രമിച്ചുവെന്ന മത്സരത്തിന് ശേഷം നെയ്മർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇവിടെ വെച്ചാണ് എല്ലാം തുടങ്ങിയത്, ഇവിടെ വെച്ച് തന്നെ താൻ അവസാനിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് നെയ്മർ പറഞ്ഞു. 2010 രാജ്യാന്തര കരിയർ ആരംഭിച്ച നെയ്മർ 4 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ബ്രസീലിനു വേണ്ടി കളിച്ചിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോകകപ്പിലെ ഏറ്റവും ആവേശം നിറച്ച മത്സരത്തിൽ മെക്സിക്കോക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. 2-3 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. മത്സരത്തിന്റെ തുടക്കത്തിൽ മെക്സിക്കോയ്ക്കായിരുന്നു ആധിപത്യം. ഇതിനിടെയാണ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന്റെ ആദ്യ ഗോൾ നേടിയത്. 2 മിനിറ്റിനുള്ളിൽ തന്റെ രണ്ടാം ഗോളും നേടി. 2 മിനിറ്റിനുള്ളിൽ മെക്സിക്കോ ക്യുനോനസിലൂടെ ആദ്യ ഗോൾ നേടി. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിന് കനത്ത തിരിച്ചടിയായി ക്വാൻസ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയി. ഇംഗ്ലണ്ടിന് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ലക്ഷ്യത്തിലെത്തിച്ചതോടെ ഇംഗ്ലണ്ട് 3-1 മുന്നിലെത്തി. അതിനിടെ മെക്സിക്കോയ്ക്ക് അനുകൂലമായി പെനാൽറ്റി വിധിച്ചു. കിക്കെടുത്ത റൗൾ ജിമെനസ് പന്ത് വലയിലാക്കിയതോടെ സ്കോർ 3-2 മാറി. ക്വാർട്ടറിൽ ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ നോർവേയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. തത്സമയം साथियों, डॉक्टर मुखर्जी का जीवन एक विचार से जन आंदोलन तक की परिणति का प्रेरक है. उन्होंने भारत में एक वैचारिक आंदोलन को जन्म दिया. आप देखिए, जिस समय जनसंघ की स्थापना हुई थी तब हर तरफ कांग्रेस की ही बोलबाला थी, कांग्रेस का ही वर्चस्व दिखाई देता था. एक ऐसे दौर में जब अलग विचार के लिए कोई जगह ही नहीं थी, बड़ी मुश्किल था पैर रखने के लिए भी जगह मिल जाए, तब डॉक्टर श्यामा प्रसाद मुखर्जी ने उन सारी परिस्थितियों को चुनौती देते हुए एक नए विचार का साहस किया. यह केवल एक संगठन बनाने का निर्णय नहीं था, एक राजनीतिक दल को जन्म देने का काम नहीं था.